ശരി ചെന്നമ്മ. എങ്ങനെയുണ്ടമ്മ? തരക്കേടില്ല. തരക്കേടില്ലെന്നല്ല, സൂപ്പർ ആയിട്ടുണ്ട്. അമ്മയ്ക്ക് അല്ലേലേ ഇതുപോലത്തെ വേഷങ്ങളാ ചേരുന്നേ. ഈ സാരിയൊക്കെ വലിച്ചു വാരി എടുക്കുന്നേക്കാട്ടിലും. അയ്യോ ഈ ഫോട്ടോ നോക്കി. ഇതെന്തോ വേഷം അമ്മ? എന്തപ്പോ ഈ വേഷത്തിന് കുഴപ്പം? എനിക്കിഷ്ടായി. അയ്യോ, എന്റെ അമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് കോട്ടൺ സാരികളും പിന്നെ നേരിയ കസവും ഞങ്ങൾ വാങ്ങിച്ചു. അതിശയമായിരിക്കുന്നല്ലോ. അയ്യേ, കോട്ടൺ സാരിയാ? അതിന് അമ്മ അവിടെ പങ്കെടുക്കാൻ പോകുന്നത് ദുബായിലെ ഓണപരിപാടിക്കല്ല, നല്ല ഇന്റർനാഷണൽ ലെവലുള്ളൊരു പരിപാടിയിലേക്കാ. അപ്പൊ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ, അല്ലാതെ ചപ്പടാച്ച സാരി ഉടുത്തിട്ടൊന്നും അല്ല പോണ്ടത്. ഇതുപോലത്തെ അടിപൊളി ടിപ് ടോപ്പ് വേഷം ധരിച്ച് തന്നെ വേണം പോവാൻ. നമുക്ക് കേരള സ്റ്റൈലൊക്കെയാണ് ഇഷ്ടം അല്ലേ അണ്ണ? പിന്നെ അല്ല, ഈ നമുക്ക് എന്നുദ്ദേശിച്ച ആരെന്ന് മനസ്സിലായില്ല. മനസ്സിലായില്ല? ഇല്ല. എനിക്കും അമ്മയ്ക്കും പ്രതീക്ഷ അണ്ണന്. കേട്ടിട്ടുണ്ട്. അല്ല പിന്നെ ഞാൻ ചിരിക്കാതെ ഇപ്പൊ എന്താ പറയാനാ? എന്റെ പൊന്നു പിള്ളാരെ, ഇങ്ങോട്ട് നോക്കിക്കേ. ഞാൻ അങ്ങോട്ട് പോകുന്നത് ഒരു ഇന്റർനാഷണൽ മീറ്റിംഗിൽ പങ്കെടുക്കാനാ. മനസ്സിലായില്ലേ? 2 പേർക്ക് അങ്ങോട്ട് ചെല്ലാനുള്ള ക്ഷണമുണ്ട്. അതിപ്പോ എന്റെ കൂടെ ഒരാള് കൂട്ട് വരണം, അത് എന്റെ കൂടെ ആവശ്യമാണല്ലോ. അതിപ്പോ ആര് വേണമെന്നൊക്കെ ഉള്ളത് ഞാൻ നാളെ ആലോചിച്ച് പറയാം. നിങ്ങൾ തമ്മിൽ കിടന്ന അതിന്റെ പേരിൽ തർക്കമൊന്നും വേണ്ട. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മരുമകളെ തന്നെ ആയിരിക്കുമല്ലോ അമ്മ കൊണ്ടുപോവുക. അതെ, അമ്മ അത് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുകയും ചെയ്യും. പിന്നെ എന്നെ എന്താ തവിട് കൊടുത്ത് വാങ്ങിച്ചതാ? മീൻ കൊടുത്തതായിരിക്കും എന്റെ അമ്മ. അതെ, എല്ലാരും കൂടി ഇങ്ങനെ ബാണ്ടവും കെട്ടി തൂക്കി അങ്ങ് ദുബായിക്ക് പോകാൻ പറ്റുമോ? നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, സമാധാനപ്പെട്, ഒന്ന് ചിന്തിച്ചോട്ടെ, ഒന്ന് ആലോചിക്കാനുള്ള സമയം എന്താ? ഞാൻ സമാധാനപ്പെട്ടിരിക്കാം അമ്മ. അമ്മ എന്നാ പ്രശോഭേട്ടനെ കൂടെ കൊണ്ടുപോ, ഞാനും മോളും കൂടെ നമ്മുടെ ചെലവിലങ്ങ് വന്നേക്കാം. ഇപ്പൊ ചെലവിന്റെ കാര്യത്തിലാണോ പ്രശ്നം? ഞാനും അമ്മയും പോകുന്നുണ്ട്. പ്രതീക്ഷയുടെ ചെലവിലും വരുന്നുണ്ട്. അതാ ഞാൻ ഇപ്പൊ പറഞ്ഞേ, ഇപ്പൊ പ്രശോഭേട്ടൻ പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക, ഇതെല്ലാരും ഇവിടെ പോയാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കുമെന്നാ? മുത്തുവണ്ണൻ നമ്മുടെ കമ്പനിയുടെ വീടിന്റെ എല്ലാം കൂടെ. ഒരു കാര്യം ചെയ്യ്, അവന്റെ ചെലവിൽ അവരും കൂടെ അങ്ങ് പോരട്ടെ. വീടും പൂട്ടിപ്പാ. എന്താ പിള്ളാരെ നിങ്ങൾ ഈ കിടന്നോണ്ട് ഈ പറയുന്നത്? ഒരു മീറ്റിങ്ങിന് പോകുന്ന കാര്യത്തിനാണ് ഇത്രയും ബഹളം? അമ്മ ആലോചിച്ച് തീരുമാനം എടുത്താ നാളെ പറയണേ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മരുമകൾ എന്ന നിലയിൽ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും അല്ലേ പ്രതീക്ഷ? ഞാനും അനുസരിക്കും. പിന്നെ എല്ലാരും ഇവിടെ അനുസരണയുടെ മൂർത്തിമത് ഭാവങ്ങളാ. ആരാ അനുസരിക്കാത്തത്? അമ്മ കൊടുക്കണ വാങ്ങിയാലും സന്തോഷം. താങ്ക് യു മക്കളെ. എന്നാ പിന്നെ പോട്ടാ അമ്മ. എനിക്ക് വയ്യ. പോട്ടാ. ചെല്ലു മോളെ. അമ്മ ആലോചിച്ചിട്ട് പറഞ്ഞാ പറയാം. നാളെ തന്നെ പറഞ്ഞ. ഇവിടെ നിൽക്കുന്നത് എനിക്കൊരു 1-2 ഫോട്ടോയും കൂടെ എടുക്കണം. ഫോട്ടോഗ്രാഫർ ഒന്നിക്കും. അമ്മേ, 1-2 ഫോട്ടോയും കൂടെ എടുത്താലോ? എന്റെ പൊന്നുമക്കളെ, എടുത്തിടത്തോളം മതി, കേട്ടിടത്തോളം മതി. എന്നാ ഞാനിത് എഡിറ്റ് ചെയ്ത് അയച്ചു. കൊള്ളാം. അയ്യോ, ഇനി ഫോട്ടോ എടുക്കാത്ത കുഴപ്പമേ ഉള്ളൂ, ബാക്കിയെല്ലാം തികഞ്ഞിരിക്കുക. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.